നിസ്കാരം നിലനിർത്തുന്നവർക്കറിയാം ഒരു വക്തെങ്കിലും നഷ്ടപ്പെടുന്നതിന്റെ വേദന. ഈ യാത്രയിൽ മഡ് വോൾക്കാന കാണാൻ വേണ്ടി ബാക്കു സിറ്റിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോയി. കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച, ഞങ്ങൾ കൊണ്ടുപോയ ടാക്സി ഡ്രൈവർ വണ്ടിയിലുള്ള ഒരു ഷീറ്റ് വിരിച്ച് നിസ്കരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ളുഹർ നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ യാത്രക്കാരായിരുന്നു. ഞങ്ങൾക്ക് വല്ലാതെ ആവേശമായി. ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മറ്റു ജോലികൾ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഈ ഒരു ടാക്സി ഡ്രൈവർ ജോലിയിലേക്ക് ഒതുങ്ങാൻ കാരണം എനിക്ക് കറക്റ്റ് നിസ്കാരം കിട്ടുന്നുണ്ട് എന്നാണ്. അതും അസർബൈജാനിലുള്ള ബാക്കുയിൽ ജീവിക്കുന്ന ഒരു യുവാവിന്റെ മനസ്സിൽ അങ്ങനെ തോന്നണമെങ്കിൽ വലിയ കാര്യമാണ്. ഇങ്ങനെ നിസ്കാരം നിലനിർത്താൻ വേണ്ടി ജോലി ഉപേക്ഷിക്കുന്ന, നല്ല വരുമാനങ്ങൾ ഉപേക്ഷിക്കുന്ന എത്രയോ ചെറുപ്പക്കാര് ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ബാംഗ്ലൂർ എയർപോർട്ടിൽ ഒരു ദിവസം ഇരിക്കുമ്പം ഒരു മുടിയൊക്കെ വളർത്തിയ കണ്ടാൽ പെട്ടെന്നൊന്നും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരാളിരുന്നിട്ട് ഒരു തസ്ബീഹ് മാല ആരും കാണാത്ത രൂപത്തിൽ സെറ്റ് ചെയ്ത്, ഞാൻ എന്നെ യാദൃശ്ചികമായി കണ്ട രൂപത്തിൽ തസ്ബീഹ് മാല പിടിച്ച് അങ്ങനെ ദിക്റ് ചൊല്ലിയിരിക്കുന്നുണ്ട്. ഇങ്ങനെ പടച്ചവനെ സ്നേഹിക്കുന്ന, ആഖിറത്തിലേക്ക് സമ്പാദിക്കുന്ന ഒരുപാട് യുവാക്കളെ നമുക്ക് യാത്രയിൽ കാണാൻ പറ്റും.